ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗുരുക്കന്മാരായ അഭിമന്യ പിതാക്കന്മാരെ, ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആയിരത്തി 1930കളുടെ അവസാനം മൈലപ്പുറയിൽ നിന്ന് ഒരു കത്ത് അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിന് എത്തുകയുണ്ടായി. നിതാന്യവന്യ മഹിമ ദിവ്യശ്രീ മോറാൻമാർ കാതോലിക്ക ബാവ തിരുമനസ്സിലേക്ക് തിരുമനസ്സുണർത്തിപ്പാൻ കുറേ നാളുകളായി തിരുമേനിയെ വന്നു കണ്ട് ചില കാര്യങ്ങൾ അറിയിച്ച് ആശ്വാസം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു വരുന്നു. എൻ്റെ അജ്ഞത കൊണ്ടോ ബലഹീനത കൊണ്ടോ ഈ എഴുത്ത് അവിടുത്തെ പരിശുദ്ധതയ്ക്ക് അസഹ്യതയ്ക്ക് കാരണമെങ്കിൽ അവിടുന്ന് തന്നെ ആത്മാവിൽ ജനിപ്പിച്ച പുത്രനെന്നോർത്തിട്ട് ദയാപുരസരം ക്ഷമിച്ച് അജ്ഞാനത്തെ നീക്കുന്ന ഉപദേശം തന്ന് എന്നെ ധൈര്യപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊള്ളുന്നു. ആ കത്ത് തുടരുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു കൊല്ലത്തേക്ക് ഞാൻ ഒരുത്തരോടും സംസാരിക്കുകയില്ല. ഞായറാഴ്ചയും ബുധൻ, വെള്ളി, മറ്റ് കടമയുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ അന്നത്തെ ഏവങ്കേലിയോനെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ്. കുമ്പസാരം മുതലായ എല്ലാ പൗരോഹിത്യ കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് എപ്പോഴും എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ അഭിപ്രായത്തിൽ വല്ല വീഴ്ചകളോ തെറ്റുകളോ ഉണ്ടെന്ന് അവിടുത്തെ പരിശുദ്ധതയ്ക്ക് തോന്നുന്ന പക്ഷം അവിടുന്ന് കൽപ്പിക്കുന്ന ഏത് ആജ്ഞകളും എപ്പോഴും അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ്. എങ്കിലും എൻ്റെ ആത്മാവ് ഇതിനായി എന്നെ നിർബന്ധിക്കുന്നു എന്ന അവിടുത്തെ അനുസരണയുള്ള ആത്മീയപുത്രൻ വേലശ്ശേരിൽ മാത്യൂസ് കശീശ ഒപ്പ്, പീലക്സീനോസ് പള്ളി, അട്ടച്ചാക്കൽ, കോന്നി. 1939 കർക്കടകം 14 കുണ്ടറ അരമനയിൽ നിന്ന് ഒരു മറുപടി കത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. നമുക്കത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ വേലശ്ശേരിൽ കത്തനാർക്ക് വാഴ്വ് പ്രിയനെ അയച്ച എഴുത്ത് കിട്ടി. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ്. നോമ്പും പ്രാർത്ഥനയും സാത്താനെ അകറ്റാനുള്ള മാർഗമാണ്. അത് ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. आप 10 लाख से ज्यादा कमा रहे हो, पर क्या आपने कभी सोचा है कोई इमरजेंसी आ जाए तो आपकी फैमिली के लिए फाइनेंशियल बैकअप कहां से आएगा? എന്നാൽ പെട്ടെന്ന് ഇത്ര വലിയ വ്രതങ്ങൾ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വരുമ്പോൾ വലിയ വിഷമങ്ങളുണ്ടാകും. സാത്താൻ മുകളിലോട്ട് കയറ്റിയിട്ട് താഴോട്ടിടുവാൻ ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് നില ഉറച്ച് മുമ്പോട്ട് പോകണം. എൻ്റെ പുത്ര, നീ നശിച്ചു പോകാതിരിപ്പാൻ വലിയ ഭക്തനാകരുത്. നീ നശിച്ചു പോകാതിരിപ്പാൻ ഭക്തിഹീനനുമാകരുത് എന്ന് ശലോമോൻ പറയുന്നതിനെ ഓർക്കണം. ഡേറാക്കാരിൽ ഒരു കൂട്ടർ 40 ദിവസം ഭക്ഷിക്കുകയും പിന്നെ 40 ദിവസം വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു വന്നിരുന്നു. ആരംഭത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരാണ്ട് മുഴുവനുള്ള വ്രതം കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. താൻ തന്നെ നല്ല പോലെ ആലോചിക്കണം. അങ്ങനെ പറഞ്ഞ കത്ത് അവസാനിക്കുകയാണ്. ഭക്തിയുടെയും കപടഭക്തിയുടെയും അതിലോലമായ വേർവരമ്പിലൂടെയാണ് അവധൂതന്മാർ പലപ്പോഴും പ്രയാണം ചെയ്തിട്ടുള്ളത്. അത്തരമൊരു പ്രയാണത്തിൻ്റെ ഒടുവിൽ അവിരാമമായ ദൈവസാന്നിധ്യ ബോധത്തിൻ്റെ ഒരു മൗനമണ്ഡലം അവർ സൃഷ്ടിക്കും.
അത് കാലാതിവർത്തിയായി പിന്നീടുള്ള തലമുറകൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു തുരുത്തായി പരിണമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർത്തമാനത്തെ ശുദ്ധീകരിക്കുന്ന മഹത്തായ ഒരു ഓർമ്മയായിട്ടാണ് മാത്യൂസ് റമ്പാച്ചൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ നിറയുന്നത്. യോഗാത്മകതയുടെ ഇത്തരം മൗനത്തുരുത്തുകളാണ് സംസാര സാഗരത്തിൽ വഴിതെറ്റുന്ന, ദിശ മാറിപ്പോകുന്ന, നീന്തി തളരുന്ന, ചിലപ്പോൾ നിലയില്ലാതെ മുങ്ങിത്താഴുന്ന ആത്മാക്കൾക്ക് എല്ലാ കാലത്തും ആശ്വാസം അരുളിയിട്ടുള്ളത്. പൗരസ്ത്യ ആധ്യാത്മികതയുടെ 3-ാം പടവാണ് വാക്കുകളിൽ നിന്ന് മൗനത്തിലേക്കുള്ള ഒരു കുടിയിരിപ്പ്. ഫ്രം വേർഡ്സ് ടു സൈലൻസ് എന്ന ഈ 3-ാം പടവിലേക്ക് കടന്നെത്തും മുമ്പ് 1-2 ചവിട്ടടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് ബിഷപ്പ് കലിസ്റ്റോസ് വെയർ ഓർത്തഡോക്സ് വേയിൽ അക്കമിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് ചരണത്തിൻ്റെതാണ്, രണ്ടാമത്തെ ധ്യാനത്തിൻ്റെതാണ്, ഒടുവിലത്തേതാണ് മൗനത്തിൻ്റേതും മനനത്തിൻ്റേതും. 1-ാം പടി എപ്പോഴും പറയാറുള്ളത് ദ പ്രാക്ടീസ് ഓഫ് വിർച്യൂസ് എന്നാണ്. അത് നമ്മുടെ ഭക്തി അഭ്യാസങ്ങളെല്ലാം പെടും. നോമ്പുകളുണ്ട്, ഉപവാസങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ദണ്ഡനമസ്കാരങ്ങളുണ്ട്, അനുതാപങ്ങളുണ്ട്. നമ്മുടെ ആധ്യാത്മികമായ അഭ്യാസങ്ങളെല്ലാം ഈ പറയുന്ന നന്മകളുടെ അല്ലെങ്കിൽ നന്മയിലേക്കുള്ള ഒരു പരിശീലന കാലത്തിൻ്റെ സജീവാവസ്ഥയായിട്ടാണ് പൊതുവെ വിശേഷിപ്പിക്കാറായിട്ടുള്ളത്. സത്യ അനുതാപം, നിതാന്തമായൊരു ആധ്യാത്മികമായ ജാഗ്രത, നമുക്ക് കുറെ കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു ഇണചേരലിലും ഇരവേടലിനും അപ്പുറം നമ്മുടെ ബോധം കുറെ കൂടി ഒരു ഊർദ്ധഗമനം, കുറെ കൂടി മുകളിലേക്ക് അതിന് സഞ്ചരിക്കാനുള്ള ഒരവസരമൊരുക്കലാണ് നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളും, നമ്മുടെ എല്ലാ ഭക്തി അഭ്യാസങ്ങളും ആത്യന്തികമായി നമ്മളെ എത്തിച്ചേർക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ വിചാരങ്ങൾ വിമലീകരിക്കപ്പെടുന്നതെന്നും ദൈവഹിതം സ്വന്തഹിതമാക്കാനുള്ള അനുസരണത്തിൻ്റെ കാലം ഏറ്റവും അർത്ഥപൂർണമായി പൂർത്തീകരിക്കപ്പെടുന്നതും എന്നുള്ളതാണ് സന്യാസത്തിൻ്റെ തന്നെ ആദ്യത്തെ പാഠങ്ങളിലൊന്ന്. ചന്ദനപ്പള്ളി സാറ് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദിനചര്യകളിലൂടെയുള്ള മാത്യൂസ് റമ്പാച്ചൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് ഒരിടത്തിങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ വാത്സല്യ മകനെ, നീ 90 ദിവസം മൗനമെടുക്കണം. ദിനചര്യകൾ ഇങ്ങനെയാകട്ടെ: പകൽ സമയം മുറിയിൽ പ്രാർത്ഥനാ നിരതനായി കഴിയുക. രാത്രി 8 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ പള്ളിമുറ്റത്ത് ധ്യാനപൂർവ്വം നിൽക്കുക. മഴയാണെങ്കിൽ നനഞ്ഞുകൊള്ളുക. ചെളിയെന്ന് ചിന്തിക്കാതെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. മൈലപ്പുറ സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിലും മുറ്റത്തിലുമായി അദ്ദേഹം 90 ദിവസം കഴിഞ്ഞു. രാത്രിയിലെ കൊടും തണുപ്പിനോ ഇരമ്പിപ്പാഞ്ഞു വന്ന ഇടവപ്പാതി മഴയ്ക്കോ ആ ശരീരത്തിലോ കുപ്പായത്തിലോ നനവേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. യജ്ഞനിർവഹണത്തിന് ശേഷം പൂർവാധികം കരുത്ത് സമ്പാദിച്ച് കർത്താവിൻ്റെ കാരുണ്യവചനങ്ങൾ വാരി വിതറിക്കൊണ്ട് യോഹന്നാൻ സ്നാപകനെ പോലെ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിച്ചു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയെക്കുറിച്ച്, അതിൻ്റെ കൃത്യതയെക്കുറിച്ച്, കണിശതയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നന്മയുടെ ഒരു പരിശീലനം അല്ലെങ്കിൽ ആ ദിനചര്യകളിലൂടെയുള്ള നിരന്തരമായ ഒരു നടപ്പ്, അത് 1-ാം ഘട്ടം ഏറ്റവും മനോഹരമായി അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. അത് കണ്ടംപ്ലേഷൻ ഓഫ് നേച്ചർ എന്ന തലക്കെട്ടിലാണ് പൊതുവെ പൗരസ്ത്യ പാഠങ്ങളിൽ പറയാറുള്ളത്. നമ്മളതിനെ മറ്റൊരു ഭാഷയിൽ എപ്പോഴും കേൾക്കുന്നതാണ്. 1-ാം ഘട്ടം പ്യൂരിഫിക്കേഷനാണ്,
രണ്ടാം ഘട്ടം ഇല്യൂമിനേഷൻ ആണെന്നുള്ളത്. മോശയുടെ ദൈവദർശനമാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി അവിടെ പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത്. കാരണം സൃഷ്ടപ്രപഞ്ചത്തിലൂടെ സൃഷ്ടാവിലേക്കുള്ള ഒരു യാത്രയാണ്. ഓണം പൊന്നോണം, സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും സമയമാണ്. ഇത്തവണത്തെ ഓണത്തിന് സമാധാനമാണ് എന്റെ വിളവെടുപ്പ്. എങ്ങനെയാണെന്നല്ലേ? സമാധാനമായ നല്ലൊരു ഉറക്കം കൊണ്ട്. അതെ, ഇന്ത്യയിലെ ആദ്യത്തേതും അതുപോലെ സൃഷ്ടാവിന്റെ മഹത്വം, ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ ആ സങ്കീർത്തനങ്ങളിലൂടെ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ് സൃഷ്ടാവിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഈ സൃഷ്ടിയിലെ ഓരോന്നും. ചരാചരങ്ങളെല്ലാം തന്നെ എന്നുള്ള കൃത്യമായ ഒരു അവബോധം ഒരാൾക്കുണ്ടാകുമ്പോൾ സ്ഥലകാലങ്ങളുടെ പവിത്രത തിരിച്ചറിയുന്ന വെളിച്ചത്തിന്റെ വീക്ഷണങ്ങൾ അയാളിങ്ങനെ ഉറവ് പൊട്ടിത്തുടങ്ങുന്നുണ്ട്. ഈ ഒന്നാം ഘട്ടത്തിലെ ആത്മശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടാം ഘട്ടത്തിലെ സ്വത്വബോധ പ്രകാശനത്തിലേക്ക് ഒരാളെ എത്തിക്കുകയുള്ളൂ. ഈ വെളിച്ചത്തിന്റെ വീക്ഷണം മാത്യു ശ്രീമ്പാച്ചനിൽ എങ്ങനെയാണ് നിറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു 2 വരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അത് മറ്റൊന്നുമല്ല, ഈ മധുരഭാഷണം എന്നുള്ള ആ മനോഹരമായ ആത്മകഥനം അത് 1-2 വോള്യങ്ങളിലായിട്ട് നമ്മുടെ പൈതൃക സീരീസിൽ പുറത്തിറക്കിയപ്പോൾ അത് മുഴുവൻ പരിശോധിച്ചിട്ടും അതിനകത്ത് പ്രാർത്ഥനകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ഒറ്റവരി പ്രാർത്ഥനകളുണ്ട്, അപേക്ഷകളുണ്ട്. എന്നാൽ ആകെ ഒരു സംഗതിക്ക് മാത്രമാണ് ഒരൊറ്റ ശീർഷകമുള്ളത്: തീരുമാനം. ഒരേ ഒരു തീരുമാനമാണ് ഈ പുസ്തകങ്ങളിൽ ഉടനീളമായിട്ട് വായിക്കുമ്പോഴും നമുക്ക് കാണാനാവുന്നത്. ആ തീരുമാനം ഇതാണ്. അത് കൊല്ലവർഷം 115 കന്നി 5 വ്യാഴം ദൈവമാതാവിൻ്റെ ജനനം, ജനനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ദിവസം അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം: ഏക തീരുമാനം, തന്നെത്താൻ നീതീകരിപ്പാൻ ശ്രമിക്കരുത്. പാപിയാണെന്നുള്ള യഥാർത്ഥ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ആരുടെയും മുമ്പാകെ സ്വന്തം കുറ്റം സമ്മതിക്കണം. നിവൃത്തിയുള്ളിടത്തോളം അന്യരുടെ കുറ്റം മറ്റുള്ളവരോട് പറയരുത്. രാമകൃഷ്ണ പരമഹംസരുടെ പത്നി ശാരദാദേവിയുടെ പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ട്: ഭഗവാനെ, എനിക്കാരുടെയും കുറ്റം കാണാനുള്ള കാഴ്ച ഉണ്ടാവരുത് എന്ന്. യഥാർത്ഥത്തിൽ ഇത്രയും നിർമ്മലമായൊരു ഹൃദയം, വെളിച്ചം നിറഞ്ഞ ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടാവുന്നത് ഈ 2ാം പടവും അദ്ദേഹം താണ്ടി എന്നുള്ളതിൻ്റെ ആ അതിലോലമായ നേർവരമ്പിനിടയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഏതൊരു സാധകനും ഈ 3ാം പടവിൽ എത്തിച്ചേരുകയുള്ളൂ. അത് സൃഷ്ടപ്രപഞ്ചത്തിലെ തിരുസാന്നിധ്യം നുകരും തോറും ഒരുവനിൽ തിങ്ങുന്ന അന്തർജ്ഞാനം, ആ ഇന്നർ വിസ്ഡം എന്ന് പറയുന്നത് അതീതമായ ദൈവസത്തയെക്കുറിച്ചുള്ളതാണ്. അത് അഭിവന്ദ്യനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, പിന്നീട് ആ തിരുമേനിയുടെ വിചാരങ്ങൾ കുറെ കൂടി ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്ന ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഇവരൊക്കെ ആവർത്തിച്ചവരുടെ എഴുത്തുകളിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുണ്ട്: ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അപരിഗ്രാഹ്യത. നേതി, ഇതല്ല, ഇതിനും അപ്പുറം എന്നിങ്ങനെ യുക്തിക്കതീതമായ ദൈവസത്തയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു സത്യാന്വേഷണം. അവിടെ എത്തുമ്പോൾ പിന്നെ നാമരൂപങ്ങൾക്കതീതമായ ഒന്നിനെ പിന്നെ എന്ത് വിളിക്കും? സാധാരണ ഭാരതീയ പാരമ്പര്യത്തിൽ സഗുണേശ്വരനുമുണ്ട്, നിർഗുണേശ്വരനുമുണ്ട്, നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കും നിർഗുണ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വേർഡാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് ബിയോണ്ട് ഓൾ ക്വാളിറ്റീസ് ആണ്. സഗുണേശ്വരൻ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. ഇങ്ങനെ ഗുണവിശേഷങ്ങൾ കൊണ്ട് ആരാധനയിലൂടെ നമുക്കിങ്ങനെ വർണ്ണിച്ചു കൊണ്ടിരിക്കാവുന്ന ദൈവസങ്കല്പമാണ് സഗുണേശ്വരൻ. അതിനപ്പുറത്തൊരു തലമുണ്ട്, ബിയോണ്ട് ഓൾ ക്വാളിറ്റീസ്. ആ ദൈവസത്തയെ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക്, കാരണം നമ്മുടെ ഫൈനൈറ്റ് നേച്ചറാണ്, ആ ഫൈനൈറ്റ് നേച്ചറിന് ഈ ഇൻഫിനിറ്റിയെ എങ്ങനെയാണ് ഗ്രഹിക്കാനാവുക? ആ ഒരു തലത്തിലെത്തുമ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോവും. അവിടെയാണ് ഫ്രം വേർഡ്സ്
ടു സൈലൻസ് എന്നുള്ള കൃത്യമായ ഇടത്തിൽ ഒരാൾ എത്തിച്ചേരുന്നു. അവിടെ ദൈവത്തെക്കുറിച്ചോ ദൈവത്തോടോ പിന്നെ സംസാരം ഉണ്ടാവുന്നില്ലെന്നാണ് പറയുക. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതെ ഇരുന്ന ദൈവമാരെന്നറിയുന്ന ഒരു സ്ഥലകാലങ്ങൾക്കതീതമായ ഒന്നിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ്. ഇത്തരമൊരു ആന്തരിക സ്വച്ഛതയുമായി ബന്ധപ്പെട്ടാണ്, ഈ ഇൻവേർട്ട് സൈലൻസുമായി ബന്ധപ്പെട്ടാണ് ഹെസക്കിയ എന്നൊക്കെ പറയുന്ന പൗരസ്ത്യരുടെ ഇടയിലുള്ള നിശബ്ദ സന്യാസ പ്രസ്ഥാനം വളരുന്നതും യേശുനാമ പ്രാർത്ഥന പോലെയുള്ള നാമജപങ്ങൾ വികാസം പ്രാപിക്കുന്നത്. ഈ മധുരഭാഷണത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം എത്രയോ തവണ അദ്ദേഹം ഇങ്ങനെ ഈ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട്. അതറിയാതെ ഈ വാക്കുകൾ ഇങ്ങനെ കുറഞ്ഞു വരും. ഒരാൾക്ക് അയാൾ പ്രസംഗിക്കുന്നത് കുറഞ്ഞു വരും, അയാൾ എഴുതുന്നത് കുറഞ്ഞു വരും, അയാൾ പറയുന്നത് കുറഞ്ഞു വരും. ഈ അറിവ് എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിവിലേക്ക് അയാൾ എത്തുമ്പോൾ, അറിവിൻ്റെ അല്പത്തരങ്ങളിൽ നമുക്ക് ബഹുഭാഷണം ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അതല്ലാത്ത ഒരു തിരിച്ചറിവിലേക്ക് അയാൾ വരുമ്പോൾ അയാളുടെ പ്രാർത്ഥനയുടെ വരികളൊക്കെ എത്ര ചെറുതായിരിക്കും എന്നറിയാം. എൻ്റെ ദൈവമേ, സാത്താൻ്റെ ശക്തിയിൽ നിന്നെ വീണ്ടുകൊള്ളണേ. പിന്നെ പണ്ട് മുതലേയുള്ള പ്രാർത്ഥന, ദൈവമേ പാപിയെ എന്നോട് കരുണയുണ്ടാകണമേ. അതിൻ്റെ ടൈറ്റിലായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മിൽ പാപവിചാരം ഉണ്ടാകുമ്പോൾ ഈ ചെറിയ പ്രാർത്ഥനകൾ ഏതെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു 12 കുട്ടി പ്രാർത്ഥനകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്നിത്രയേ ഉള്ളൂ, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണേ. സത്യത്തിൽ ഇന്നിവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടുപോയാൽ മതി, ഈ പെരുന്നാൾ അർത്ഥപൂർണമാവുകയാണ്. എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണേ, നിന്റെ പരിശുദ്ധത കൊണ്ട് എന്നെ നിറയ്ക്കണേ. വേറൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. നിന്നിലും നിന്റെ മാതാവിലും ഉണ്ടായിരുന്ന താഴ്മ എന്നിൽ ഉണ്ടാകണമേ. LIC presents Unit-Linked Insurance Plan Index Plus. Get life insurance and fast forward your market returns with nifty stocks. Secure your future with this attractive combination. Start with monthly premium of just ₹2,500. Visit licindia.in today. ഈ ഓണം മൈജിക്കൊപ്പം പുതുമയുടെ ആഘോഷമാക്കാം. ഈ ഓണക്കാലത്ത് ഏറ്റവും മികച്ച AC ബ്രാൻഡുകളുടെ കൂൾ കളക്ഷൻ. ഇത് സ്വാഭാവികമായി ഈ സഭാചരിത്രത്തിൽ വലിയ സന്യാസ വര്യന്മാരുടെ മഹച്ചരിതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുനാമ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ മൗണ്ട് ആഥോസിലെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് റഷ്യയിലുണ്ടായ ഒപ്റ്റിന മൊണാസ്ട്രിയിലുണ്ടായ ഈ പറയുന്ന വലിയൊരു നാമജപ പ്രാർത്ഥനയുടെ വികാസ ചരിത്രമൊക്കെ നമ്മൾ പറയുമ്പോഴുമൊക്കെ മലങ്കര സഭയിൽ ഇത്തരത്തിലൊരു മുനി ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ കാതലായ ഒരു പരിണാമത്തിൽ തന്നെ അതിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു പരിണാമത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രാക്ടീസ് ഓഫ് വിർച്യൂസ്, കണ്ടംപ്ലേഷൻ ഓഫ് നേച്ചർ, അതിൽ നിന്ന് അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് ഫ്രം വേർഡ്സ് ടു സൈലൻസ് എന്ന ഇടത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. മഹാഗുരുവായ ലവോസുവിൻ്റെ ഒരു വാക്കുണ്ട്, to the mind that stills, the whole universe surrenders. The mind that still, the whole universe surrenders. ഇത്തരമൊരു ആത്മശാന്തിയുടെ പരമപദത്തിലേക്ക് കയറിപ്പോയ മനുഷ്യനായിട്ടാണ് മാത്യൂസ് റമ്പാച്ചനെ നാം ഓർത്തെടുക്കേണ്ടത്. ഇനി നമ്മളെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കാം. നമ്മുടെ മനോവാക് കർമ്മങ്ങൾ എത്രയോ തവണ അസ്ഥാനത്തായി പോകുന്നുണ്ട്. മനസ്സ്, ചിന്ത, വാക്ക്, കർമ്മം, നമ്മുടെ നിയന്ത്രണം പോലും നഷ്ടപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ചൊരു ആക്ഷേപം പറഞ്ഞാൽ മതി, നമ്മുടെ മനഃശാന്തി പോവാണ്, പെട്ടെന്ന് അയാളോട് പ്രതികരിക്കണമെന്ന് തോന്നുകയാണ്. അപ്പം ശരിക്കും ആർക്കാണ് നിയന്ത്രണം? അയാളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഒരു കാഴ്ച, ഒരു സ്പർശം, ഒരു കേൾവി, സത്യത്തിൽ ഇത്രയൊക്കെ ഇളക്കാൻ പാകത്തിന് ദുർബലരാണ് നമ്മളൊക്കെ, ഞങ്ങളൊക്കെ പ്രത്യേകിച്ചും. യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന്
തിരുമുഖങ്ങളിൽ പ്രകാശിപ്പിക്കണമേ എന്ന് ആവർത്തിച്ച് 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 പറയുന്ന ഒരു സങ്കീർത്തനമുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാലിയാകുഴി ദേറായിൽ ഈവാനീസ് തിരുമേനിയുടെ കൂടെ നിന്ന ഒരു നമസ്കാര സമയമാണ്. സെമിനാരിയിൽ പോലും പോയിട്ടില്ല. ആശ്രമത്തിലുള്ള കുട്ടികൾക്കെല്ലാം നിൽക്കാൻ കൃത്യമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ചാപ്പലിൽ നിൽക്കാൻ ഓരോ സ്ഥലങ്ങളുണ്ട്. അതാത് സ്ഥാനത്ത് വേണം നമസ്കാരത്തിന് നിൽക്കാനായിട്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചു, അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നില്ലെങ്കിൽ അയാളുടെ ആബ്സെൻസ് പെട്ടെന്ന് തിരുമേനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം സ്ഥിരമായി ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ അയാൾ നിൽക്കുന്നില്ല എങ്കിൽ അയാൾ താമസിച്ചു വരുന്നത് അയാളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉള്ള ഒരു കണിശതയായിട്ടാണ് ആദ്യം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കുറെ കൂടി കാലം അവിടെ ഇങ്ങനെ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു ആവശ്യമായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലിയൊരു അർത്ഥം ആ നിർത്തിനുണ്ട്. എന്താണെന്നറിയാമോ? കീപ് യുവർ പൊസിഷൻ. നിങ്ങൾ ഏത് പൊസിഷനിലായാലും ആ സ്ഥാനത്തിന് യോഗ്യമായ നിലയിൽ നിൽക്കാൻ പഠിക്കണം. അത് വൈദിക വിദ്യാർത്ഥിയായാലും വൈദികനായാലും മേൽപ്പട്ടക്കാരനായാലും സ്ഥാനത്തിന് ഉചിതമായ നിലയിൽ നിൽക്കാൻ പരിശീലിക്കണം. ഇവിടെ ഇപ്പോൾ എത്രയോ തവണ നമുക്ക് പഴിച്ചു പോകുന്നുണ്ട്, മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ. ഈ മനുഷ്യന്റെ സ്ഥാനഭ്രംശം മാത്രമല്ല നമ്മളെ പേടിപ്പിക്കേണ്ടത്. നമ്മൾ ആരാധനയിൽ പാടുന്നുണ്ട്, ആദിത്യനും അമ്പിളിയും സ്ഥാനഭ്രംശം നേരിടുന്നത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. സ്ഥാനോചിതമല്ലാത്ത കാര്യങ്ങളൊക്കെ, അനുഭവങ്ങൾ മലിനീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ മണ്ഡലത്തിലോ കലാരംഗത്തോ ആധ്യാത്മിക രംഗത്തോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങളല്ല മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ അതൊരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സൂചനയാണ്. അത് നിരാശയിലേക്ക് പോകേണ്ട കാലമാണെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഒരു പുതിയ ആകാശത്തിൻ്റെ, ഒരു പുതിയ അപ്ഡേഷന്റെ കാലമാണിത്. അതിലേക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു വിവേകമാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ എല്ലാ നേതാക്കന്മാരും, അത് മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടത് എന്നൊരു വിചാരം ശക്തമായിട്ട് മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്യൂസ് റമ്പാച്ചൻ എത്തി നിൽക്കുന്ന സ്ഥിതപ്രജ്ഞ, Midnight, yeah, sky blue. Happy birthday, Kuchiku. And 3, 2. बेटा कुचिकू टॉपअप के पॉपअप से परेशान? नया वी नॉन स्टॉप हीरो करे सब आसान। महीने भर अनलिमिटेड डेटा, नो डेली कोटा। അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. ഞാൻ ആദ്യത്തെ വാക്കിൽ തന്നെ പറഞ്ഞു, ഭക്തിയുടെയും കപടഭക്തിയുടെയും ഇടയിലുള്ള വേർവരമ്പിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതൊരു വലിയ പോരാട്ടത്തിൻ്റെ കഥ കൂടി പറയാനുള്ള വഴിയാണ്. അദ്ദേഹത്തിൻ്റെ 5-ാം മൗനം അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്: കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവെ, ബലഹീനതയെ മായ്ക്കുകയും കുറവുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. പിതാവേ, മനുഷ്യൻ പാപത്തിൽ ഉരുവാക്കപ്പെട്ടവനും പാപലോകത്തിൽ ജീവിക്കുന്നവനുമാകും. അതിനാൽ മനുഷ്യന് സ്വതവേ വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയുകയില്ല. കരുണയുള്ള കർത്താവെ, ബലഹീനനായ എന്നെ തിരുമുൻപാകെ ഭരമേൽപ്പിക്കുന്നു. എനിക്ക് വിശുദ്ധിയായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കഴിവില്ല. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. എനിക്ക് വിശുദ്ധിയായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കഴിവില്ല. അതിനാൽ അവിടുന്ന് അടിയനോടുകൂടി ഇരുന്ന് സകല അശുദ്ധിയിൽ നിന്നും അടിയനെ കാത്തുകൊള്ളണേ. അവിടുത്തെ പരിശുദ്ധ ജീവൻ എന്നിൽ കുത്തിവെക്കണേ. അവിടുത്തെ ദിവ്യ സഹായത്താൽ അടിയനെ വിശുദ്ധനായി സൂക്ഷിച്ചു കൊള്ളണേ. കർത്താവെ, മനുഷ്യൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. കർത്താവെ, കൃപ ചെയ്ത്
അവിടുന്ന് ഇതിൻ്റെ കാരണങ്ങളെയും ഇതിന് വേണ്ട നിവാരണ മാർഗങ്ങളെയും കാണിച്ചു തരണമേ. ഒരു 5-8 ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ കാരണങ്ങളും നിവാരണ മാർഗങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങളത് വായിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാൻ വേറൊരു പുസ്തകം ഇതിനോട് ചേർത്ത് പറയാൻ എനിക്ക് തോന്നുന്നത് സോർബ ദ ഗ്രീക്കാണ്. കസിൻസാക്കീസിൻ്റെ പ്രസിദ്ധമായ ആ ഒരു പുസ്തകമാണ്. സോർബ ദ ഗ്രീക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ആത്മാവിൻ്റെ ഈ സംഘർഷത്തെ വളരെ വിശദമായി ഒരു ബുദ്ധ മനസ്സുള്ള എഴുത്തുകാരനും ലോക മനസ്സുള്ള കൂട്ടുകാരനും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ ഭംഗിയായി അത് വിവരിക്കുന്നുണ്ട്. മനുഷ്യൻ ഒരു കാട്ടുമൃഗമാണ് ബോസ് എന്നെപ്പോഴും വിളിച്ചു പറയുന്ന ആളാണ് ഈ സോർബ. അയാളുടെ വർത്തമാനങ്ങളൊക്കെ രസമാണ്. ചെകുത്താനും ദൈവവും ഓരോ വഴിക്ക് വിളിച്ചെന്നെ നടുവേ കീറുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പുസ്തകങ്ങളെല്ലാം കൂട്ടിയിട്ട് തീയിടണമെന്ന് പറഞ്ഞവനാണ്. അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി നന്നായി തോന്നും. അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ഈ പള്ളിയിലച്ചന്മാർ പറയുന്ന ഒന്നും കാര്യമാക്കേണ്ടെന്ന്. അപ്പോൾ തോന്നുന്നതിലും ചെയ്യുന്നതിലും പൂർണ്ണമായി മുഴുകുന്നവൻ അവനാണ് സോർബ. അവൻ സമ്മതിക്കുന്നത് മുഴുവൻ ഈ ബുദ്ധ മനസ്സുള്ള അല്ലെങ്കിൽ ഒരു മുക്തമാനസം സൂക്ഷിക്കുന്ന എഴുത്തുകാരനോടാണ്. തങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലെ ശരിതെറ്റുകളെ ചൊല്ലിയുള്ളൊരു വ്യഥയാണ് അവരെ ഇങ്ങനെ ഭരിക്കുന്നത്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വല്ലാതെ തളർന്നു വരുന്ന സോർബ എഴുത്തുകാരനോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ ഭക്ഷണം കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് പറയുന്നു, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുക, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. ചിലർ ഭക്ഷണത്തെ കൊഴുപ്പും വളവുമാക്കുന്നു. ചിലരതിനെ അധ്വാനവും തമാശയുമാക്കുന്നു. മറ്റു ചിലരതിനെ ദൈവമാക്കി മാറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ 3 തരം ആളുകൾ കാണും, അല്ലേ ബോസ്? ഞാനിതിൽ ഏറ്റവും മോശക്കാരനുമല്ല, ഏറ്റവും നല്ലവനുമല്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും എൻ്റെ സ്ഥാനം. തിന്നുന്നതെല്ലാം ഞാൻ അധ്വാനവും ഫലിതവുമായി മാറ്റുന്നു. അതത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ. അയാൾ എന്നെ നോക്കി. നിങ്ങളെപ്പറ്റി എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? എഴുത്തുകാരനോടാണ്. തിന്നുന്നതിനെയൊക്കെ ദൈവമാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്കത് ശരിക്കും പറ്റുന്നുമില്ല. അത് നിങ്ങളെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. കാക്കയ്ക്ക് പറ്റിയ പ്രശ്നമാണ് നിങ്ങൾക്കും പറ്റിയിരിക്കുന്നത്. കാക്കയ്ക്ക് എന്താണ് പ്രശ്നം സോർബ? കാക്ക ശരിക്കും കാക്കയെ പോലെ നടക്കുകയായിരുന്നു. ഒരു ദിവസം കാക്കയ്ക്കൊരാഗ്രഹം പ്രാവിനെ പോലെ നടക്കാൻ. വന്ന് ഒടുവിൽ അതിന് കാക്കയുടെ നടത്തവും പ്രാവിൻ്റെ നടത്തവും അറിയാതെയായി. ശരിക്കും ഉള്ളിൽ ആദമും ക്രിസ്തുവും തമ്മിൽ പോരടിക്കുന്ന എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉടുപ്പിനേക്കാൾ നടപ്പ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞവനെ അനുഗമിക്കുന്നവന്റെ ആത്മസംഘർഷം എത്ര വലുതായിരിക്കും. വലുതാവണം. ഒരു ശിഷ്യൻ അതിങ്ങനെ എഴുതിയിട്ടുണ്ട്: നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതിൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നിങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ നിലവിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോരാട്ടമല്ല നമ്മളെ ഭാരപ്പെടുത്തേണ്ടത്. യോഹന്നാൻ തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, പോരാട്ടമല്ല നമ്മളെ ഭാരപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഒരു പോരാട്ടം നമുക്ക് ഉണ്ട് എന്ന് അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അതാണ് ഭാരപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഒരു ആത്മസംഘർഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ നമ്മൾ തിന്മയുടെ പക്ഷത്താണ്. ഈ അദൃശ്യ പോരാട്ടത്തിൽ
നമ്മളൊരു എതിർ ശബ്ദം പോലും ഉന്നയിക്കാതെ നിരന്തരം തോറ്റുകൊടുക്കുന്ന ആളുകളായി തന്നെ മാറുകയാണ്. Temptations are like waves of the sea. Without waves, one cannot travel, and without temptations, one cannot be saved. തിരമാലകൾ പോലെയാണ് പരീക്ഷണങ്ങൾ. തിരമാലകളില്ലെങ്കിൽ യാത്ര ചെയ്യാനാവില്ല, പരീക്ഷകളില്ലെങ്കിൽ മുന്നോട്ട് പോകാനുമാവില്ല. 3 തരം പരീക്ഷയുണ്ട്. എൻ്റെ വാക്കല്ല, ദ സ്പിരിച്വൽ വേൾഡ് ഓഫ് ഐസക് ദ സിറിയൻ എന്ന മനോഹരമായൊരു പുസ്തകമാണ്. അതിൽ നിനവയിൽ ഇസ്ഹാക്കിൻ്റെ അധ്യാത്മ വിചാര ലോകത്തെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ 3-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ ട്രയൽ ഓൺ ദ വേ ടു ഗോഡ് എന്നാണ്. ദൈവത്തിങ്കിലേക്കുള്ള യാത്രയിലെ പരീക്ഷണങ്ങൾ 3 തരത്തിലാണ് പരീക്ഷ വരിക. 1 ദൈവത്തിൽ നിന്നുള്ള പരീക്ഷയാണ്, 2 പിശാചിൽ നിന്നുള്ള പരീക്ഷയാണ്, 3 മനുഷ്യരിൽ നിന്നുള്ള പരീക്ഷയാണ്. ഒന്നാമത്തേത് അബ്രഹാം മുതലുള്ള ദൃഷ്ടാന്തങ്ങൾ നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില്, സദൃശ്യവാക്യങ്ങളിൽ, ഏശായിലൊക്കെ ഈ ദൈവത്തിൽ നിന്നുള്ള പരീക്ഷകളെക്കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. പിശാചിൽ നിന്നുള്ള പരീക്ഷണം ആദം മുതൽ ക്രിസ്തു വരെ ആ പരീക്ഷയിൽ അകപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. 3ാമത് മനുഷ്യനിൽ നിന്നുള്ള പരീക്ഷയാണ്. അത് പരീശന്മാരുണ്ട്, ഹെരോദുണ്ട്, അനന്യാസ് ഉണ്ട്, സഫീറയുണ്ട്, പല മനുഷ്യരുടെ അവിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യരിൽ നിന്നുള്ള പരീക്ഷയാണ്. എനിക്ക് ഏറ്റവും കാതലായതിൽ തോന്നിയ ഒരു സംഗതി ഈ 2 പരീക്ഷകളുടെയും വ്യത്യാസമാണ്. ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ ദിവ്യജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവസ്നേഹിതർക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ അവരുടെ അച്ചടക്കത്തിനും പുരോഗതിക്കും വേണ്ടിയാണ്. അത് ഏതൊക്കെയാണെന്ന് ചിലത് പറയുന്നുണ്ട്. ആലസ്യം, പ്രാർത്ഥിക്കാനൊരു മടി ഉണ്ടാവുക, ശാരീരിക ക്ഷീണം, ചിന്താക്കുഴപ്പം, വിശ്വാസത്തിൽ പോലും ഒരു സന്ദേഹം, താൽക്കാലികമായി പ്രതീക്ഷ നഷ്ടമാവുക, ഒരു മ്ലാനത, മന്ദത ആത്മീയ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുക, മനുഷ്യരിൽ നിന്ന് സഹായം ലഭിക്കാതെ വരിക, വല്ലാതെ ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുക, വിചാരങ്ങളിൽ ഇരുൾ നിറയുക. ഇതൊക്കെ ദൈവത്തിൽ നിന്നുള്ള പരീക്ഷകൾ എന്നുള്ള നിലയിലാണ് ഐസക് ദ സിറിയൻ പറയുക. പിശാചിൽ നിന്നുള്ള പരീക്ഷ, പിശാചിൻ്റെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നാണ് കർത്തൃപ്രാർത്ഥനയിൽ പറയുന്നത്. ആ പരീക്ഷകളുടെ ലക്ഷണങ്ങൾ ചിലത് പറയുന്നത് മുൻകോപം, നിഗളം, വൈകാരികത, വല്ലാതെ ഇമോഷണൽ ആവുക, സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കാനുള്ള ത്വര, തർക്കിക്കാനുള്ള പ്രിയം, കുറ്റപ്പെടുത്താനുള്ള താല്പര്യം, പരപുച്ഛം നിറഞ്ഞ ഹൃദയം, ചിന്താശൂന്യത, ദൈവദൂഷണം പറച്ചിൽ, ഇതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഒരുവൻ നേരിടുന്ന പരീക്ഷകളാണ് നിർണയിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണോ ശത്രുവാണോ എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതം ശരിക്കും എക്സോഡസ് ഇവന്റുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളത്. പുറപ്പാട് സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എലിസബത്ത് ബർസീകൾ എന്ന് പറയുന്ന ഈ ഓർത്തഡോക്സ് എഴുത്തുകളിൽ വളരെ പ്രസിദ്ധയായ അവരുടെ ഒരു കുറിപ്പുണ്ട്. ഒരു സന്യാസിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് അവർ പറയുമ്പോൾ ദ ഇമേജ് ഓഫ് ദ മങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 6-7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു സംഗതി ഇതാണ്: ദ മങ്ക് ഈസ് ദ മാൻ ഹു കോൾഡ് അപ്പോൺ ടു മീറ്റ് ഗോഡ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ദൈവത്തെ എതിരേൽക്കാൻ, കണ്ടുമുട്ടാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു മങ്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്രിഗറി നിസ മോശയുടെ ജീവിതത്തിൽ മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളെയൊക്കെ വിട്ടിട്ട് മരുഭൂമിയിലൂടെ ഇസ്രയേൽക്കാർ പ്രയാണം ചെയ്ത് മറുകര കണ്ടെത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭൂതികളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ വിജനതയുടെ ഭൂമിക നൽകുന്ന പാഠങ്ങൾ, ശിക്ഷണത്തിൻ്റെ മണലാരണ്യത്തിൽ തനിച്ചിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. മാത്യൂസ് റമ്പാച്ചൻ്റെ ഒരു മഹാവലിയ പോരാട്ടകാലം ഓർത്തുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്ന പരമപദങ്ങളിൽ ചിലതിതാണ്
എന്നോർത്തെടുക്കാൻ ഇതിൻ്റെ ഒരു വായന നമ്മളെ സഹായിക്കുന്നു വിചാരിക്കുന്നുണ്ട്. എടുത്തുചാട്ടക്കാരെ അതീവ സൗമ്യരാക്കുന്ന മാർഗമാണിത്. അഹന്തയുടെ വർത്തമാനങ്ങൾ പുലമ്പുന്നവരെ മണ്ണ് പിളർന്ന് വിഴുങ്ങുന്ന യാത്രയാണിത്. ശുഭവചനങ്ങൾ പറയുന്നവർക്ക് മാത്രം പ്രവേശനമുള്ള വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പാതയാണത്. മൗനത്തിൻ്റെ കൊടുമുടി കയറി ദൈവകൽപ്പനകളെ ഹൃദയപലകളിൽ എഴുതി ചേർക്കേണ്ട തപസ്സിൻ്റെ കാലമാണ്. ഇങ്ങനെ കുറേ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. വിദ്യകൾക്കും അവിദ്യകൾക്കും അപ്പുറമെത്തി മൗനശൈലമായി തീർന്ന ഒരു മനുഷ്യനാണ് മാത്യൂസ് റമ്പാച്ചൻ. The desert is a place of great undoing and a great place of unlearning എന്നാണ് പറയുന്നത്. വിദ്യകൾക്കും അവിദ്യകൾക്കും അപ്പുറത്ത് പ്രജ്ഞ എത്തിച്ചേരുമ്പോഴാണ് ഒരാൾ മൗനശൈലമായി തീരുന്നത്. ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിൽ എന്നൊരു പുതിയ പുസ്തകമുണ്ട്, മുഹമ്മദ് അബ്ബാസിൻ്റെയാണ്. അതിങ്ങനെ അയാളൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. ഈ പെയിൻറ്റിങ് വർക്കിനൊക്കെ ഇടയ്ക്ക് അയാൾ വായിച്ച മഹത്തായ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അനുഭവക്കുറിപ്പുകളുടെ ഒരു പച്ചയായ ആവിഷ്കാരമാണ്. വലിയ നിരൂപകന്മാർ തോറ്റുപോകുന്ന വിധത്തിലാണ് അതിൻ്റെ ആഖ്യാനം. അതിൽ സേതുവിൻ്റെ ദൂത് എന്ന് പറയുന്ന കഥയെക്കുറിച്ച് അയാൾ എഴുതിയ കുറിപ്പിലൊരു വരിയുണ്ട്. അതിങ്ങനെയാണ്: അളവുകോൽ മതിയാകാത്ത ഒരാകാശമാണ് ഓരോ മനുഷ്യനും. അളവുകോൽ മതിയാകാത്ത ഒരാകാശമാണ് ഓരോ മനുഷ്യനും. മാത്യൂസ് റമ്പാച്ചൻ്റെ സ്മരണകൾക്ക് മുമ്പ് നിൽക്കുമ്പോൾ എത്ര അളന്നാലും ഇനിയും അത് കിടപ്പുണ്ട്, ഒരു പാരാവാരം പോലെ. അതുകൊണ്ട് റമ്പാച്ചൻ്റെ തന്നെ വാക്കുകൾ വായിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ പെരുന്നാളുകളിൽ സംബന്ധിക്കണമെന്ന അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു കൊടുക്കുന്ന വാക്ക്, അത് വായിച്ച് ഞാൻ നിർത്തട്ടെ. 116 ചിങ്ങം 7 വ്യാഴം 7-ാം മൗനം 10-ാം ദിനം. അതിൻ്റെ അവസാന ഭാഗം: എൻ്റെ മകനെ, യോഹന്നാൻ മാബ്ദാന ഏലിയാവിൻ്റെ ആത്മാവിൽ ജീവിച്ചു എന്ന് വായിക്കുന്നുവല്ലോ. ഇതെങ്ങനെ സാധിച്ചു? ഏലിയാവ് തന്നെ വീണ്ടും മനുഷ്യനായി തീർന്നുവെന്നാണോ നീ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. യോഹന്നാന്റെ ജീവിതത്തിൽ പ്രാർത്ഥന വഴിയായി ഏലിയാവിനോട് കൂട്ടുപിടിച്ച് സംസർഗം ചെയ്ത് അപ്പോൾ അരൂപിയായി തീർന്നു. ഏലിയാവ് അവനിൽ കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ ഏത് പരിശുദ്ധനെയും എത്ര പരിശുദ്ധന്മാരെയും നിനക്ക് കൂട്ടുപിടിക്കാം. അപ്പോൾ അവർ നിനക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുക മാത്രമല്ല, ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധിയിൽ നിത്യശക്തിയാൽ നിന്നിൽ കൂടുതൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആകയാൽ എൻ്റെ വിശുദ്ധന്മാരുമായുള്ള സംസർഗം എൻ്റെ ഭക്തന്മാർ കൂടുതൽ ശക്തിയെയും ചൈതന്യത്തെയും ആനന്ദത്തെയും അവർക്കുളവാക്കുന്നതാണ്. ആകയാൽ നിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും അവരെ ഓർത്ത് അവരുടെ കൂടെ എൻ്റെ സന്നിധിയിലേക്ക് വരിക. ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ശുഭമായിരിക്കുക. മാത്യൂസ് റമ്പാച്ചൻ്റെ കൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകൾ ശുഭമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ.